നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് തോന്നിയത് രഘുവേട്ടൻ തിരക്കിലായിരിക്കുമെന്ന് കരുതിയിട്ടാവും അച്ഛൻ ഇതെന്നെ വിളിച്ച് പറഞ്ഞതെന്നാ. അങ്ങനെയൊന്നും അല്ല ശബരി. അമ്മാവൻ കുറച്ചു നാളായി എന്നോടൊന്നും പറയാറില്ല, ഒന്നിലും ഉൾപ്പെടുത്താറുമില്ല. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന അവഗണന അമ്മാവൻ എന്നോട് കാണിക്കുന്നു. എന്തൊക്കെയാ രഘുവേട്ട ഈ പറയുന്നത്? അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എന്ത് പ്രശ്നം? രഘു ജോലിയൊന്നുമില്ലാതെ പഞ്ചരത്നത്തിൽ ഇരുന്നപ്പോൾ അണ്ണൻ എല്ലാ കാര്യങ്ങളും ഇവനാണ് ഏൽപ്പിക്കാറ്. അതുപോലെ എല്ലാ കാര്യത്തിലും അണ്ണന് വേണ്ടി ഓടി നടക്കാൻ ഇപ്പൊ അവന് പറ്റുമോ? ഈ സ്ഥാപനം ആര് നോക്കും? അണ്ണൻ അത് മനസ്സിലാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഇവനത് മനസ്സിലാവണ്ടേ? എടാ, നിനക്ക് പഴയ പോലെ അമ്മാവന്റെ പുറകെ നടന്നാൽ മതിയോ? പോരല്ലോ. അതാണ് എന്റെ രഘുവേട്ട, അച്ഛൻ രഘുവേട്ടനെ പരമാവധി ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സല്ലേ. അതിനൊക്കെ ഇങ്ങനെ വിഷമിച്ചാലോ? എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല ശബരി. സാധാരണ അമ്മാവൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലും എന്നോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ടാ. ഇതിപ്പോ പെട്ടെന്ന് ഇത്രയും വലിയൊരു കാര്യം ഞാൻ അറിയുന്നതിന് മുമ്പ് നീ അറിയുകയും നിന്റെ വായിന്ന് ഞാനത് കേൾക്കേണ്ടി വരികയും ചെയ്തപ്പോ എന്റെ ഉള്ളിലൊരു ഈഗോ പുറത്തു വന്നതാ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്റെ രഘു, അപ്പോ നമുക്കിറങ്ങാം. ഇന്ദ്രന്റെ അനുപമയുടെ 2ാം താലികെട്ട് നമുക്ക് ഗംഭീരാക്കണം. രാവിലെ അമ്മാവൻ മണവാട്ടിയായിട്ട് വരുമ്പോ അവിടെ ഒന്നിനൊരു കുറവുണ്ടാകാൻ പാടില്ല. അതെ, നമുക്ക് നാളെ കല്യാണം നടത്തേണ്ട ഉത്തരവാദിത്തം മാത്രമല്ല ഉള്ളത്. സുശീലിന്റെ ഭാഗത്തുനിന്ന് അത് തടയാനുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടായാൽ അത് തടയേണ്ട ചുമതല കൂടി നമുക്കുണ്ട്.